നമസ്കാരം എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ എക്സാം ഡേറ്റ് ഒക്കെ വന്നു അല്ലേ? LDC, LP, UP എല്ലാ എക്സാമുകളുടെയും ഡേറ്റ് വന്നു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് LP, UP എക്സാമിനെ കുറിച്ചാണ്. ജൂലൈ 6-നാണ് നമുക്ക് UP സ്കൂൾ അസിസ്റ്റൻ്റ് എക്സാം നടക്കാൻ പോകുന്നത്. LP സ്കൂൾ ടീച്ചേഴ്സ് അതുപോലെ തന്നെ UP സ്കൂൾ ടീച്ചേഴ്സ് ആകുന്ന എക്സാമാണിത്. TTC കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ BEd, DLED അങ്ങനെ ലാംഗ്വേജ് എഡ്യൂക്കേഷൻ ഡിപ്ലോമ എടുത്തവർക്കൊക്കെ ടീച്ചേഴ്സ് ആവാനുള്ള ഒരു യോഗ്യതാ പരീക്ഷയാണ് PSC നടത്തുന്നത് അല്ലേ? ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു എക്സാമാണ്. UP സ്കൂൾ ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല LD ക്ലർക്കിനേക്കാൾ കൂടുതൽ നല്ല ശമ്പളത്തിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ജോലിയാണ്. അതുപോലെ തന്നെ ചിലർക്കത് ഫേവറേറ്റ് ജോബ് കൂടി ആയിരിക്കും അല്ലേ? ടീച്ചർ ആവുക ചെറുപ്പം മുതലേയുള്ള ഒരു വലിയ ഒരു ആഗ്രഹമായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു 70 ദിവസം മാത്രമേ എക്സാമിനുള്ളൂ അല്ലേ? ജൂലൈ 6-ന് UP സ്കൂൾ അസിസ്റ്റൻ്റ് എക്സാം എന്ന് പറയുമ്പോൾ ഇന്ന് മുതൽ കൂട്ടുകയാണെങ്കിൽ നമുക്കൊരു കൂടി വന്ന ഒരു 70 ദിവസമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇനിയുള്ള പഠനം എങ്ങനെയായിരിക്കണം എന്നതാണ്. അപ്പോൾ കുറേ പേര് മുന്നേ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ LD ക്ലർക്കിനും കൂടെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടാവും അല്ലേ? UP സ്കൂൾ അസിസ്റ്റൻറ്റിനോടൊപ്പം തന്നെ LDCയും കൂടെ പഠിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ആദ്യം ഇപ്പോൾ LD ആയിരിക്കും എന്ന് വിചാരിച്ച് LD എക്സാമിന് വേണ്ടി ആയിരിക്കും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ വന്നിരിക്കുന്നത് ആദ്യം UP സ്കൂൾ എക്സാമാണ്, LP UP എക്സാമാണ് ആദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് എല്ലാവരും കൺഫ്യൂഷനിലാണ് അല്ലേ? നമ്മൾ ഇത്ര സമയം പഠിച്ചു, ഇനിയിപ്പോൾ എന്ത് പഠിക്കും? UPക്കൊക്കെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്, ബോധനശാസ്ത്രമൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ദിവസത്തിനുള്ളിൽ പഠിച്ചു തീർക്കാനൊക്കെ എല്ലാവരും നെട്ടോട്ടം ഓടുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ UP സ്കൂൾ ടീച്ചേഴ്സ് എക്സാം എഴുതുന്ന മിക്ക കുട്ടികളും BEd കഴിഞ്ഞവരായിരിക്കും, അല്ലെങ്കിൽ TTC ഒക്കെ കഴിഞ്ഞവരായിരിക്കും LP UP എഴുതുന്നവർ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാവുന്നത് അല്ലെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് GK പോർഷൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ ഈ സാധാരണ PSC അതായത് LDC ഒക്കെ പോലെയുള്ള ജനറൽ PSCക്ക് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ ഒരുപാട് വർഷമായ ജനറൽ PSCക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന LDCൻ്റെ റാങ്ക് ഫയലൊക്കെ മുഴുവനായും പഠിച്ച് തറവായിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികളാണ് UP സ്കൂൾ അല്ലെങ്കിൽ LP സ്കൂൾ ടീച്ചറിൻ്റെ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അവർക്ക് സാധാരണ മറ്റ് LPക്ക് മാത്രം വേണ്ടി പഠിക്കുന്ന കുട്ടികൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം GK പോർഷൻസ് അവർക്ക് നന്നായി മനസ്സിലാവും അല്ലേ? ഭരണഘടന അതുപോലെ തന്നെ ഭൂമിശാസ്ത്രം അങ്ങനെ പിന്നെ മാത്സ് ഇംഗ്ലീഷൊക്കെ അവർ ഡെയിലി പഠിക്കുകയും പ്രിപ്പയർ ചെയ്യുകയും ഒരുപാട് എക്സാം എഴുതുകയൊക്കെ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തന്നെ LP UP എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പം ബോധനശാസ്ത്രത്തിൻ്റെ ഭാഗം പഠിച്ചില്ലെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു 20 മാർക്സ് ഒഴിവാക്കിയാൽ തന്നെ ബാക്കി 80 മാർക്സ് സ്കോർ ചെയ്യാനുള്ളത് അവരുടെ കയ്യിലുണ്ടാവും. പക്ഷേ ജനറൽ PSCക്ക് പഠിക്കാത്ത കുട്ടികളുണ്ടാവും, FP LPക്ക് മാത്രം ട്രൈ ചെയ്യുന്ന കുട്ടികൾ. അപ്പോൾ അവർക്ക് നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം GK പോർഷൻസിൽ നിന്ന് ഒരുപാട് മാർക്കിന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷൊക്കെ നന്നായി പഠിച്ച് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ജനറൽ PSCക്കാരോടൊപ്പം തന്നെ സാധാരണ ഇതിനു വേണ്ടി മാത്രം പഠിക്കുന്ന കുട്ടികൾ എത്തണമെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായി പഠിച്ചേ മതിയാവും. ഇനി നമുക്ക് 70 ദിവസമാണ് ഉള്ളതെങ്കിൽ ഈ 70 ദിവസം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ആദ്യം നമ്മൾ റാങ്ക് ഫയൽ മാറ്റി വെക്കുക. ഇത്ര ദിവസം നമ്മൾ റാങ്ക് ഫയലൊക്കെ പഠിച്ചു അല്ലെ? ഒരുവിധമൊക്കെ നമ്മൾ നോക്കി പഠിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ പരീക്ഷ വന്നിട്ട് അല്ലെങ്കിൽ കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വച്ച് കാത്തിരിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ അവരോടാണ് പറയുന്നത്, നാളെ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഇന്നാണെങ്കിൽ ഇന്ന് തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആദ്യം ഞാൻ പറഞ്ഞു, ഈ റാങ്ക് ഫയൽ ഇനി 20 ദിവസം വെച്ചിരുന്നത് കൊണ്ട് നിങ്ങൾ ഇന്നിപ്പം പുതിയ റാങ്ക് ഫയൽ വാങ്ങിയാലോ എന്നൊക്കെ പറയുന്നവരുണ്ടാവും. പുതിയ ഒരു റാങ്ക് ഫയൽ UP സ്കൂൾ ടീച്ചറിന് വേണ്ടി വാങ്ങിയാലോ എന്നൊക്കെ ആലോചിക്കുന്നവരുണ്ടാവും. പക്ഷേ അതൊക്കെ വേസ്റ്റാണ്. ഈ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആ റാങ്ക് ഫയൽ, വളരെ വലുതാണ് ആ റാങ്ക് ഫയൽ, അപ്പോൾ അത് വാങ്ങി വെക്കാമെന്നല്ലാതെ അത് ഒന്നും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കില്ല. കാരണം വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇനി അങ്ങോട്ട് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ വളരെ സിസ്റ്റമാറ്റിക്കായി പഠിച്ചേ മതിയാവും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് റാങ്ക് ഫയൽ മാറ്റി വെക്കുകയാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെ PSC നടത്തിയ LP UP സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സെലക്ട് ചെയ്യുക. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ബാങ്ക് വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ അങ്ങനെ ഒരു റാങ്ക് ഫയൽ നിങ്ങൾ വാങ്ങിച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം അസറ്റായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു റാങ്ക് ഫയൽ വാങ്ങുക.
ഇപ്പം അടുത്തായി നടത്തിയ LPUP എക്സാമിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ആ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. അതിലെ ബോധനശാസ്ത്രത്തിന്റെ ഭാഗം അല്ലേ, ടീച്ചിങ് എബിലിറ്റിന്റെ ഒക്കെ ഭാഗം ഉണ്ടല്ലോ. അപ്പോൾ ആ ഭാഗത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ മാത്രം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ മാത്രം പഠിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇതുപോലെയുള്ള പരീക്ഷകളിലൊക്കെ കൂടുതലായും ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. നമ്മുടെ LD ഒക്കെ പോലെ പുതിയ ക്വസ്റ്റ്യൻസ് അധികം അങ്ങനെ കാണുന്നില്ല. അധികവും പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് കാണുന്നത്. അതായത് ബോധനശാസ്ത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടല്ലോ, അപ്പോൾ ആ ഭാഗത്ത് നിന്ന് കൂടുതലായും ഇപ്പം പഴയ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ആവർത്തിച്ച് വരുന്നത്. GK അതുപോലെ തന്നെ ബേസിക്കായ GK ആണ് ചോദിക്കുന്നത്. പിന്നെ കറണ്ട് അഫയേഴ്സും മാത്സും ഇംഗ്ലീഷും ഒക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ട് LDയുടെ സിലബസിൽ നിന്ന്. അപ്പോൾ അതുകൂടെ ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ തന്നെ നിങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഏത് ഭാഗത്താണോ കൂടുതൽ PSC ഊന്നൽ കൊടുത്തിട്ടുള്ളത്, അപ്പോൾ ആ ഒരു ടോപ്പിക്ക് വേണമെങ്കിൽ റാങ്ക് ഫയലിൽ നിന്ന് സെലക്ട് ചെയ്ത് അങ്ങനെയുള്ള ടോപ്പിക്സ് മാത്രം പഠിക്കുക. തീരെ മാത്സ് അറിയാത്തവരുണ്ടെങ്കിൽ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ തന്നെ വർക്കൗട്ട് ചെയ്യുക. മാത്സിനായി കൂടുതൽ സമയം കണ്ടെത്തുക. അപ്പോൾ ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കുക എന്ന് വെച്ചാൽ നടക്കില്ല. ഇനി നമ്മൾ പഠിക്കേണ്ടത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക് പ്ലസ് കറണ്ട് അഫയേഴ്സ്. ഇത്രയും 5 കാര്യങ്ങൾ മാത്രമാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത്. GKയുടെ ഭാഗം, ജനറൽ PSCയുടെ ഭാഗം നോക്കി നമ്മൾ സമയം കളഞ്ഞാൽ അത് നോക്കി നമ്മൾ ഇരിക്കുകയുള്ളൂ അല്ലേ. പെട്ടെന്ന് തന്നെ പരീക്ഷയുടെ ദിവസങ്ങൾ അടുക്കും. ഇപ്പം തന്നെ ഏപ്രിൽ മാസം തീരാറായി. ഇനി നമുക്ക് മെയും ജൂണും മാത്രമേ പഠിക്കാനുള്ളൂ. ജൂലൈ 6-നാണ് എക്സാം. അപ്പോൾ നമ്മൾ GK പഠിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഈ ഭാഗങ്ങൾ പഠിക്കുക. ഏത്? കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ ഈ സ്പെഷ്യൽ ടോപ്പിക് ബോധനശാസ്ത്രത്തിൻ്റെ ഭാഗം. അപ്പോൾ ഈ 5 കാര്യങ്ങൾ മാത്രം ഇനി പഠിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് എക്സാം എന്നൊക്കെ രൂപം കിട്ടും. ഇത് 5 ദിവസവും നിങ്ങൾ പഠിക്കണം. ഈ 70 ദിവസവും നിങ്ങൾ ഈ 5 ഭാഗങ്ങളും പഠിക്കണം. അല്ലാതെ ഇനി റാങ്ക് ഫയലും വെച്ചിരുന്നിട്ട് ആരും ഒട്ടും സമയം കളയണ്ട. അതുപോലെ തന്നെ ജനറൽ PSC പഠിക്കുന്നവരോട്, ജനറൽ PSC പഠിക്കുന്ന LDCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന LPUPക്ക് എഴുതാൻ പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ സാധിക്കും. കാരണം നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ GK ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ LDക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്സും ഇംഗ്ലീഷൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സ്പെഷ്യൽ ടോപ്പിക്കിന് സമയം അധികം കളഞ്ഞിട്ടില്ലെങ്കിൽ പോലും, കളയേണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഈ ജനറൽ PSCയും മാത്സും ഇംഗ്ലീഷും മലയാളവും കറണ്ട് അഫയേഴ്സൊക്കെ പഠിക്കുകയാണെങ്കിൽ ആ ഭാഗത്തെ മാർക്ക് നിങ്ങൾക്ക് ഇപ്പുറത്തെ ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മറ്റുള്ള കുട്ടികളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഈ പറഞ്ഞ രീതിയിൽ തന്നെ സിസ്റ്റമാറ്റിക്കായി പഠിക്കുക. രാവിലെ എഴുന്നേറ്റൊക്കെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രനാളും പഠിച്ച പോലെയല്ല. ഇനി നമ്മുടെ മനസ്സിൽ എക്സാം വന്നു, കൺഫർമേഷൻ കൊടുത്തു. അപ്പോൾ ഇനി നല്ല രീതിയിൽ നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ച് തന്നെ പഠിക്കണം. എല്ലാ മടികളും മാറ്റിവെക്കുക. രാവിലെ എഴുന്നേറ്റ് പഠിക്കുക. രാവിലെ എഴുന്നേറ്റ് കൃത്യമായി പഠിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് രാവിലെ തന്നെ ഒരു ചെറിയ ടൈം ടേബിൾ ആക്കുക. അങ്ങനെ ആ ഭാഗം പഠിച്ച് തീർത്തിട്ടേ അന്ന് ഉറങ്ങാവൂ. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറും വർക്കൗട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. വളരെ നന്നായി സിസ്റ്റമാറ്റിക്കായി പഠിക്കുകയാണെങ്കിൽ LPUP നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി കുറേ വർഷങ്ങൾ കഴിഞ്ഞാലേ നമുക്കൊരവസരം വരികയുള്ളൂ. അത് മനസ്സിൽ ചിന്തിക്കുക. ഓരോ ദിവസവും കൊഴിഞ്ഞു പോകുമ്പോൾ, ഓരോ പരീക്ഷകളും നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ വർഷങ്ങളാണ്, നമ്മുടെ ജീവിതമാണ് അല്ലേ. അപ്പോൾ അതൊക്കെ ചിന്തിക്കുക. ഒരു നഷ്ടപ്പെടൽ വിചാരിച്ച് ദുഃഖിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരരുത്. നല്ല കോൺഫിഡൻസോടെ എക്സാം ഹാളിൽ നിന്നും ഇറങ്ങാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഇപ്പം തന്നെ തുടരുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.